നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. യാക്കോബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. യാക്കോബിന് 12 മക്കൾ. അവർ ഗോത്രപിതാക്കന്മാരാണ്. അവരിൽ ജോസഫ് മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടു. ഫറവോന്റെ കൊട്ടാരത്തിൽ മന്ത്രിയായി മാറി. അപ്പോൾ നാട്ടിലെങ്ങും ക്ഷാമവും പട്ടിണിയും ഉണ്ടായപ്പോൾ ഈജിപ്തിലേക്ക് ആളുകളുടെ പ്രവാഹമായി, ഭക്ഷ്യസാധനങ്ങൾ ശേഖരിക്കുന്നതിനായി. ജോസഫിനെ സഹോദരന്മാർ കണ്ടുമുട്ടുന്ന രംഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജോസഫ് ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. സമൃദ്ധിയുടെ 7 വർഷങ്ങൾ തുടങ്ങി ദൈവത്തിന്റെ അനുഗ്രഹം നോക്കിയറിഞ്ഞ ജോസഫ് വലിയ അറകൾ പണിയിച്ച് അവയിൽ ധാന്യം ശേഖരിച്ചു. ധാരാളം അറകളിൽ ധാന്യം ശേഖരിച്ചിരുന്നു. അതിനാൽ പഞ്ഞകാലം, പട്ടിണിയുടെ കാലം വന്നപ്പോൾ ഈജിപ്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. ജോസഫിന്റെ പക്കൽ പോവുക എന്നുള്ളത് അവിടെ ഒരു പഴഞ്ചൊല്ലായി തീർന്നു. ഈജിപ്തിൽ മാത്രമല്ല, ലോകമെങ്ങും കടുത്ത ക്ഷാമം ബാധിച്ചു. ഈജിപ്തിന്റെ ഭാഗ്യത്തെപ്പറ്റി എല്ലായിടത്തും അറിഞ്ഞു. അതുകൊണ്ട് ഭക്ഷണത്തിന് ഒന്നുമില്ലാതായപ്പോൾ യാക്കോബ് തന്റെ 10 മക്കളെ ഈജിപ്തിലേക്ക് വിട്ടു. ബെന്യാമിൻ മാത്രം പിതാവായ യാക്കോബിന്റെ കൂടെ വീട്ടിൽ നിന്നു. കണ്ടയുടനെ ജോസഫ് തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു. പക്ഷേ സഹോദരങ്ങൾക്ക് ജോസഫിനെ മനസ്സിലായില്ല. ജോസഫ് അവരിൽ വലിയ താല്പര്യം കാണിച്ചു. അവരുടെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും പിതാവിന്റെ വിശേഷങ്ങളും ഒക്കെ ജോസഫ് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അവരെ ചാരന്മാരായിട്ടാണ് ജോസഫ് കണക്കാക്കിയത്. അതയാൾ ഭാവിച്ചതാണ്. പക്ഷേ ജോസഫിന്റെ സഹോദരന്മാർക്ക് ഭയമായി. തങ്ങളുടെ ഇളയ സഹോദരനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നത് വരെ ശിമയോനെ പാറാവിൽ പാർപ്പിക്കുന്നതായിരിക്കുമെന്ന് ജോസഫ് കൽപ്പിച്ചു. ധാന്യവും മറ്റും കൊടുത്ത് മറ്റുള്ളവരെ നാട്ടിലേക്ക് അയച്ചു. ധാന്യം കിട്ടിയതിനാൽ യാക്കോബിന് സന്തോഷമായി. പക്ഷേ ശിമയോൻ തടവിലാണ്, പാറാവിലായി. ബെന്യാമിനെ പിരിഞ്ഞിരിക്കുകയും വേണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖം ഇരട്ടിച്ചു. പിന്നെയും ധാന്യത്തിന് ക്ഷാമമായി. ധാന്യം കിട്ടണമെങ്കിൽ ബെന്യാമിനെയും കൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോകണം. ബെന്യാമിനെ